ലോകത്ത് ഏറ്റവും വലിയ ഗതികെട്ടാനെ കണ്ടിട്ടുണ്ടാ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. 5 അടി പൊക്കമുള്ള എനിക്ക് നിൽക്കാൻ ഈ 5 ഭൂഖണ്ഡത്തെ ഒരിടത്ത് സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ആകെ ഒരു വീടുണ്ടായിരുന്നു, അത് ഉരുൾപൊട്ടലിൽ പോയി. അപ്പോഴോ എപ്പോഴോ നിന്ന വീടിനൊന്നും ഒരു കുഴപ്പമില്ല. മലമുകളിലിരുന്ന് ആരോ സ്നൈപ്പറിന് സ്കെച്ചിട്ട് മാർക്ക് ചെയ്ത പോലെ എന്റെ വീട് മഹാത്മ വീടുണ്ട് എങ്ങോട്ടോ പോയി. ശരി, പോയത് പോയി. ബാക്കിയുണ്ടാകുന്ന സ്ഥലം വിറ്റ് വനത്തിന്റെ അതിലുള്ള ഒരു വീട് വെച്ചു. വനം കയ്യേറി വനത്തിനുള്ളിൽ വസന്തമാളിക പണിതെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഒഴിപ്പിച്ചു. ഒരു മര്യാദ വേണ്ട, എന്തെങ്കിലും അവിടുന്ന് കൊടുത്തു. ആകെയുള്ള വണ്ടി വിറ്റ കാശുകൊണ്ട് നാട്ടിലൊരു ചെറിയ വീട് തട്ടിക്കൂട്ടി. അന്നേരം വെറുതെ പഞ്ചായത്തിന് പൊതുമുതല കയ്യേറി എത്ര. എന്റെ വീടിന്റെ കക്കൂസൂടി ചുമ്പത്തൂടെ റെയിൽവേ ട്രാക്ക് വരുന്ന പോലെ ഒഴിപ്പിച്ചു. ശരി, ആർക്കും ശല്യാണണ്ട. ഒരു പാലത്തിന്റെ അടിയിൽ ഷെഡ് കെട്ടി പഴയ്ക്കാന്ന് ഓർത്തു. അപ്പോഴോട്ട് വരുന്ന വെള്ളപ്പൊക്കം, അതും പോയി. മനുഷ്യനായി പോയില്ലേ? എവിടെയെങ്കിലും കൂടണ്ടേ? ഒടുവിൽ സകല നിയമവും പാലിച്ച് ഭൂമിശാസ്ത്രവും ഗണശാസ്ത്രവും എല്ലാം നോക്കി ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്ത് വീട് വെച്ചു. 100 ബ്ലേഡ് കൃഷിക്കാരന്റെ അടുത്ത് നിന്നൊരു വണ്ടി എടുത്തു. കൃത്യം ഒരു അടവ് മുടങ്ങിയ ദിവസം വണ്ടി സിസിക്കാർ കൊണ്ടുപോയി. വണ്ടി പോയപ്പോ പണിയും പോയി. പണി പോയപ്പോ ബാങ്കുകാരൻ വന്ന് വീട് മുഴിപ്പിച്ചുകൊണ്ടുപോയി. അങ്ങനെ മൊത്തത്തിൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെ. അപമാനവും കറിയാക്കലും ആകെ മൊത്തത്തിൽ ഡൗണായി. ഇനി വിൽക്കാനൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഈ നശിച്ച നാട്ടിൽ നിന്ന് പോകണം. ആര് പറയാതൊരിടത്ത് പോകണം. അങ്ങനെ ഞാൻ എന്റെ ഒരു കിഡ്നി വിറ്റ് ബോംബെയിൽ ഒരു തെരുവിൽ ഒരു കൊച്ചു വീട് മേടിച്ചു. എന്തൊരു സമാധാനം! ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയും. ഇതുപോലൊരു നശിച്ച നാട്. ഇനി ഇവിടെ ഒരു കുടുംബം കെട്ടിപ്പടുത്തണം. ഒരു വണ്ടി, ഒരു ജോലി, ഒരു ഭാര്യ, 2 ഇതാണ് ഈ സമയത്ത്. കൂട്ടായി, പെട്ടെന്ന് കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങിക്കോ. ഒരുത്തം വെള്ളമൊടിച്ച് പാമ്പായി ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ചേരി മൊത്തം ഒഴിപ്പിക്കുമെന്നും പറഞ്ഞേ. ഇവിടെ സമാധാനം തരില്ലേ? ആരാ? ജഗന്നാഥൻ.